അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്ന അറിവ് 3 ദിക്റുകളെ കുറിച്ചാണ്. അത് നമുക്ക് പരിചയമുള്ള ദിക്റുകൾ തന്നെയാണ്. എന്നാലും നമ്മുടെ ജീവിതത്തിൽ അത്രയധികം അത് ചൊല്ലിയാൽ പ്രാധാന്യം അർഹിക്കുന്ന, വളരെയധികം പ്രാധാന്യമുള്ള, ബറക്കത്ത് ലഭിക്കുന്ന, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ അത് എപ്പോഴും നാവിൽ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ജീവിതത്തിൽ മുന്നേറ്റം തന്നെ പ്രതീക്ഷിക്കാം. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന നേട്ടങ്ങൾ പലതാണ്. ആ നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓർമ്മ വരുന്ന സമയങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോഴോ എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യുമ്പോഴോ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരികയാണ് ഇന്ന ദിക്റ് ചൊല്ലണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുക? ഈ മഹത്താക്കപ്പെട്ട ദിക്റുകൾ ചൊല്ലുക. അതിൽ ഒന്നാമത്തെ ദിക്റ് റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. ഇൻഷാ അല്ലാഹ് ഈ ദിക്റ് എല്ലാ കാര്യത്തിനും നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം വരുന്നത് അതെല്ലാം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദിക്റ് നമ്മൾ ഉപകരിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു കിട്ടാൻ, നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും ഇതുവഴി. ഈ ദിക്റിനെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അതുപോലെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിക്റ് കൂടെയാണ്. അടുത്ത ദിക്റ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ദിക്റിനെ അറിയപ്പെടുന്നത് പാപമോചനങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതിമഹത്തായ ഒരു ദിക്റ് കൂടെയാണ്. ഈ ദിക്റും എന്ത് ചെയ്യുക? അതോടൊപ്പം തന്നെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാവിൽ എപ്പോഴും ഈ പറഞ്ഞ ദിക്റുകൾ ഉണ്ടായിരിക്കണം. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമുക്ക് കണ്ടുവരുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ പലവിധ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ടെൻഷൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന ദിക്റുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ മുറുകെ പിടിക്കുക, ചൊല്ലാതിരിക്കരുത്. തീർച്ചയായിട്ടും ഇത് കാര്യമായിട്ട് തന്നെ എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ അറിയുന്ന ദിക്റാണെങ്കിൽ കൂടിയും ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണമായത്. അടുത്ത ദിക്റ് ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വക്കീൽ. ഈ 3 ദിക്റുകളെ കുറിച്ചാണ് ഞാൻ പറയാനിരുന്നത്. അതിലേറ്റവും മഹത്തേറിയ മൂന്നാമത്തെ ദിക്റ്. 3ഉം നല്ല ദിക്റുകളാണ്. 3ഉം നമുക്ക് ചൊല്ലാൻ കഴിയുന്നതാണ്. അറിയാവുന്ന ദിക്റുകളാണ്. എല്ലാവർക്കും ഒരുപക്ഷെ അറിയുന്ന ദിക്റുകളായിരിക്കും ഇതെല്ലാം. എങ്കിലും നമ്മുടെ നാവിൽ എപ്പോഴും ഈ 3 ദിക്റുകൾ നമ്മൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുക. നമുക്ക് ഓർമ്മ വരുന്ന സമയത്ത് നമ്മൾ ചൊല്ലാം. നമുക്ക് എത്ര സമയങ്ങളുണ്ട്. നമ്മൾ നമസ്കരിക്കാനിരിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ചൊല്ലേണ്ടത്, ബാക്കിയുള്ള സമയങ്ങളിലും കൂടി എന്ത് ചെയ്യുക? ഈ ദിക്റുകൾ നമ്മൾ ഉരുവിട്ട് കൊണ്ടിരിക്കുക. അത് ഏത് സമയമായിക്കൊള്ളട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പുറത്തു പോകുന്ന സമയത്തോ മറ്റുള്ളവരെ പറ്റി നമ്മൾ പറയുന്ന നേരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന നേരമുണ്ടെങ്കിൽ ഇതുപോലുള്ള ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ, മനസ്സിൽ ചൊല്ലിയാലും മതി, നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് തന്നെയാണ് അതിന്റെ നേട്ടം നമുക്ക് കൈവരിക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പിന്നെ മാറ്റങ്ങളാണ് കാണാൻ നിങ്ങൾ ഇടയാകുന്നത് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ അങ്ങനെ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ജീവിതത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ആ സമയത്ത് ഓർമ്മിക്കുകയും കമന്റിലൂടെ ഒരു വിവരമെങ്കിലും എന്നോട് പറയുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതിനുള്ള സാഹചര്യം റബ്ബ് ഒരുക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ ഒരുപാട് പേർ നമ്പർ ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും വിളിച്ച് ശല്യം ചെയ്യാതിരിക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. എന്ത് തന്നെ ആയാലും, എത്ര സമയം എടുത്തായാലും ഞാൻ അതിന് റിപ്ലൈ തന്നിരിക്കും ഇൻഷാ അല്ലാഹ്. വിളിക്കാൻ ശ്രമിക്കരുത് ദയവ് ചെയ്ത്. ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിലെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഭാവിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഈ അറിവ് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് ഒരു സ്വതക്കയാണ്. അത് നിങ്ങൾ പാഴാക്കി കളയാതിരിക്കുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഈ ദിക്റുകൾ മറന്നുകൊള്ളാതിരിക്കുക. നിരന്തരം നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത്രയധികം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം റബ്ബ് മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പുതിയ ഒരു വീഡിയോയുമായി